plum, fresh. Nice. Fresh. What is that? This is fig. Fig? Fig. Look, you need to open like this. And the other? And Fig. eat like a honey. Good. Fresh. Super. Like a honey, yeah? നമ്മൾ കഴിക്കുന്ന ഡ്രൈ ഫിഗ് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് അല്ല ഇത്. റോസ് വാട്ടർ ഇല്ലേ, അതിൻ്റെ ഒരു മണം പോലെ ഉള്ളിൽ. This is very good vitamins. ഇതുണ്ടോ വാട്ടർ മെലൺ. ദൂരെ മസ്കത്ത ഡാം കാണാം. മസ്കത്ത പട്ടണം മുഴുവൻ നമുക്ക് ഈ ഒരു റിവറിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കാണുമ്പോൾ വേറൊരു ലുക്കാണ്. നല്ല തണുപ്പുണ്ട്. ഫ്രഷ് ആൻഡ് കോൾഡ്. പോംബി ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. മാഗി ബ്രിഡ്ജ് എന്നും ലോക്കലായിട്ട് അറിയപ്പെടുന്നു. ഈ ഒരു പ്ലം ട്രീ കണ്ടോ, മുഴുവൻ പഴുത്ത് കിടക്കുകയാണ്. കുറേയൊക്കെ താഴെയും കിടപ്പുണ്ട്, പഴുത്ത് താഴെ കിടപ്പുണ്ട്. നമ്മൾ ജ്വാരി മൊണാസ്ട്രിയുടെ കാഴ്ചകളെ കണ്ടിട്ട് നേരെ ആ കുന്നിൻ്റെ താഴെ എത്തി. ഇനി നമ്മൾ പോകുന്ന മസ്കത്ത. മസ്കത്ത എന്ന് പറഞ്ഞാൽ ജോർജിയയുടെ പഴയ ഒരു തലസ്ഥാനമാണ്. ഈ വീഡിയോയിൽ മസ്കത്തയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജ്വാരി മൊണാസ്ട്രിക്ക് വരുന്ന വഴി നമ്മുടെ ഗൈഡ് വേറൊരു മൊണാസ്ട്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊണാസ്ട്രിയിലാണ് ഇവിടെയുള്ള പ്രീസ്റ്റുമാരും ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ താമസിക്കുന്നത്. അവർ വെജിറ്റേറിയൻസ് ആണ്. അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അവർ അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയാണത്. അവിടുന്ന് നടന്നാണ് ഈ ഒരു മൊണാസ്ട്രിയിലോട്ട് വരുന്നത് എന്നാണ് ഗൈഡ് പറഞ്ഞത്. അവർ വണ്ടിയൊന്നും യൂസ് ചെയ്യില്ല, അല്ലാതെ നടന്നിട്ടാണ് വരുന്നത്. ജ്വാരി മൊണാസ്ട്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി. ഇനിയിപ്പോൾ മസ്കത്തയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് അധികം ദൂരമില്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഒരു വലിയ മിനറൽ വാട്ടറിന് 5 ലാരിയാണ്. അതായത് ഏകദേശം 6.5 ദിർഹംസ്. പിന്നെ അറിയാമല്ലോ, ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ സാധനങ്ങൾക്കുള്ള ഒരു വില കൂടുതൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. നമ്മൾ ഡ്രൈവ് ചെയ്ത് തിരിച്ച് താഴെ മെയിൻ റോഡിലെത്തി. ദൂരെ ഒരു ജോർജിയൻ ഫ്ലാഗ് കാണുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ജോർജിയൻ ഫ്ലാഗിന് വരുന്നത്. ഒരു വെള്ള ഫ്ലാഗ്, അതിൻ്റെ നടുക്കൊരു വലിയ കുരിശ്, അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ കള്ളികളിലും ഓരോ ചെറിയ കുരിശ്. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ജോർജിയൻ ഫ്ലാഗിനുള്ളത്. നമ്മുടെ ഇടതുവശത്ത് ജ്വാരി മൊണാസ്ട്രിയുടെ അടുത്ത് നിന്നും കണ്ട നദിയാണ് മത്ക്വാരി റിവർ. മസ്കത്ത 4 കിലോമീറ്ററാണുള്ളത്. ഇവിടുന്ന് 4 കിലോമീറ്ററാണ് മസ്കത്തയ്ക്കുള്ളത്. ദൂരെ നമ്മുടെ ജ്വാരി മൊണാസ്ട്രി കാണാം. ഇതൊരു റഷ്യൻ കവിയായിരുന്ന മിഖായേൽ ലെർമൻഡോവിൻ്റെ പ്രതിമയാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു ഫ്ലാഗിൻ്റെ സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ജോർജിയയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഈ ഫ്ലാഗിനെ പറ്റിയും കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വെള്ള നിറം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്നതാണ് ഈ വെള്ള നിറം. അതുപോലെ തന്നെ ചുവന്ന കുരിശ് എന്ന് പറഞ്ഞാൽ ജോർജിയയ്ക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ചുവന്ന കുരിശ് കാണിക്കുന്നത്. ഈ ഫ്ലാഗ് ശരിക്കും മുമ്പ് രാജഭരണകാലത്ത്, ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഫ്ലാഗായിരുന്നു. പിന്നീട് 91 USSR നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജോർജിയൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മുമ്പ് ഏതോ ഒരു രാജാവ് ഉപയോഗിച്ചിരുന്ന അതേ ഫ്ലാഗ് തന്നെയാണ് അവർ ഫ്ലാഗായിട്ട് തിരഞ്ഞെടുത്തത്. പക്ഷേ ഞാൻ ആ രാജാവിൻ്റെ പേര് മറന്നുപോയി. ഇത് മസ്കത്ത ടൗണിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു വില്ലേജാണ്. മസ്കത്ത ഡാമാണ് ആ കാണുന്നത്. ദൂരെ മസ്കത്തയിൽ സെറ്റിസ് കവേലി കത്തീഡ്രൽ കാണുന്നുണ്ട്. മസ്കത്തയിൽ നമുക്കൊരു റിവർ സഫാരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കത്തീഡ്രലിലെ കാഴ്ചകളുണ്ട്. മസ്കത്ത പട്ടണമൊക്കെ പറ്റുമെങ്കിലൊന്ന് ചുറ്റി കാണാം. അതൊക്കെയാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വലതുവശത്ത് കാണുന്ന മത്ക്വാരി റിവറാണ്. നദിയുടെ അക്കരെ ആയിട്ടാണ് മസ്കത്ത പട്ടണം വരുന്നത്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ ഇടതുവശത്തൊരു റെയിൽവേ ലൈന് കുറേ സമയം കൊണ്ട് നമ്മുടെ റോഡിൻ്റെ ഇടതുവശത്ത് ഇങ്ങനെ കാണുന്നുണ്ട്.
നമ്മളിപ്പോൾ കുറ റിവറിന് കുറുകെയുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാണ്. ഒരു ചെറിയ റോഡാണ്, നല്ല ഭംഗിയുള്ള ഒരു റോഡാണ്. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ദൂരെ നമ്മുടെ സെറ്റിസ്കോ വാലി കത്തീഡ്രൽ കാണാം. ഇതിൻ്റെ രണ്ട് വശത്തും പഴയ കെട്ടിടങ്ങളാണ്. ഇതൊരു യുനെസ്കോ പൈതൃക നഗരം കൂടെയാണ്. യുനെസ്കോ പൈതൃക നഗരങ്ങളുടെ പട്ടികയിലുള്ള സ്ഥലങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ്, പൈതൃക നഗരമാണിത്. റോഡൊക്കെ പണ്ടത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കല്ല് പാകിയിട്ടുള്ള ഒരു റോഡാണ്. ജോർജിയയിൽ നമ്മൾ ഇന്നലെ കണ്ട സെൻറ്റ് ജോർജ് കത്തീഡ്രലില്ലേ, അത് വരുന്നതിന് മുമ്പ് ഈ ഒരു കത്തീഡ്രലായിരുന്നു ജോർജിയക്കാരുടെ ഏറ്റവും വിശുദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. പണ്ട് ജോർജിയ ഭരിച്ചിരുന്ന പല രാജാക്കന്മാരെയും ഈ കത്തീഡ്രലിലാണ് അടക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വീടുകളെല്ലാം ഹോം സ്റ്റേയും അതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടലും ഒക്കെയാണ്. ഇതൊരു ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. നമ്മളിപ്പോൾ റിവർ സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, മുന്തിരി പാകമായിട്ടില്ല, പാകമായി വരുന്നേ ഉള്ളൂ. Plum. Fresh. Nice. Fresh. Fresh. This is fig. 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 Look, you need to open like this. എന്താ അത്? And Fig. eat like a honey. Good. Fresh. സൂപ്പർ. Like a honey, yeah. നമ്മൾ കഴിക്കുന്ന ഡ്രൈ ഫിഗ് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് അല്ലേ ഇത്? റോസ് വാട്ടർ ഇല്ലേ, അതിൻ്റെ ഒരു മണം പോലെ ഉള്ളിൽ. This is very good vitamins. മാംഗോ ഇല്ലേ? Oh, okay. Kahve değil. Ay, bu ne fısmata şunu da resim. Tamam. ഇതുണ്ടോ വാട്ടർ മെലൺ? ഫുൾ പ്ലംസ് പഴുത്ത് മറിഞ്ഞ് താഴെ കിടക്കുകയാണ്. നമ്മളൊരു ചെറിയൊരു ബോട്ട് സഫാരി ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് അരാഗ്വി. This is Kura. ദിസ് ഇസ് കുര. Down Aragvi. ഓക്കെ We will go Aragvi also. Okay. Small one. Let's close this. Okay, we will go Aragvi. We are united. These two rivers. After we will go up. ഓക്കെ. ആദ്യം നമ്മൾ ഈ രണ്ട് നദികളും യോജിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഖുറ നദിയും മരാഗ്വി നദിയും കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണിത്. നേരത്തെ നമ്മൾ ജ്വാരി മൊനാസ്ട്രിയുടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് നദിക്ക് രണ്ട് കളറായിരുന്നു. പക്ഷേ ഇവിടെ ബോട്ടിലിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നില്ല. ദൂരെ നമ്മുടെ ജ്വാരി മൊനാസ്ട്രി കാണാം. ഇവിടെ നിന്ന് കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. അത് അരാഗ്വി റിവറും ഇത് ഖുറ റിവറുമാണ്. ഈ നദിയിൽ ഒരുപാട് മീനുണ്ട്, മത്സ്യസമ്പത്തുണ്ട്. അപ്പോൾ ഈ നദിയിലുള്ള മീൻ പിടിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ നദിയുടെ രണ്ട് വശത്തും ഉണ്ട്. ദൂരെ മസ്കേത്ത ഡാം കാണാം. നല്ല തണുത്ത കാറ്റുണ്ട്. മസ്കത്തെ പട്ടണം മുഴുവൻ നമുക്ക് ഈ ഒരു റിവറിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കാണുമ്പോൾ വേറൊരു ലുക്കാണ്. 100 ലാറിയാണ് ഈ ഒരു സഫാരിക്ക് വേണ്ടിയിട്ട് ഒരു ചാർജ് ചെയ്തത്. നമ്മൾ 4 പേർക്ക് വേണ്ടിയിട്ട് 100 ലാറി.
ആ വീടുകളുടെയൊക്കെ ഒരു ഭംഗിയാണ്. ഈ നദിയിലോട്ട് ഇറങ്ങിയിരിക്കുന്ന വീടുകളൊക്കെ ഇല്ലേ, അതിനോടെല്ലാം ചേർന്നിട്ട് ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ടും ഒക്കെ ചെറിയ ഡോക്കിംഗ് സ്റ്റേഷനുകളാണ്. ഈ ഒരു ലൈനിൽ കാണുന്ന അധികം വീടുകളും ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളോ ഹോട്ടലോ ഒക്കെയാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ അല്ല ഈ കാണുന്നത് ഇവർക്ക് പോലുള്ള ഹോട്ടൽ വലിയ കാര്യമില്ല, മനസ്സിലായില്ല. ഈ ഒരു റോഡ് വഴിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നത്. ആ ഭാഗത്തൊരു ബ്രിഡ്ജുണ്ട്, അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ മസ്കത്തയിലോട്ട് വന്നത്. ഈ വീടിരിക്കുന്നുണ്ട് വെള്ളത്തിനോട് വളരെ ഇറങ്ങി വെള്ളത്തിലോട്ട് നദിയിലോട്ട് കയറിയിട്ടാണ് ഈ വീടിരിക്കുന്നത്. ഇവിടെ ഒരു നാച്ചുറൽ ഉറവയുണ്ടെന്ന് പറഞ്ഞു, കുടിക്കാൻ പറ്റുന്ന വെള്ളം നാച്ചുറലായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. Very cold and very fresh water. Next one. Next. നല്ല തണുപ്പുണ്ട്, ഫ്രഷ് ആൻഡ് കോൾഡ്. Look this. Out here was very old bridge. Now full of water. You know, Roman Italy when was Romania. Okay. They built this. Okay. Italians. Time. Now this bridge under water. Okay. Spring when water will go down. Then we can see. നമ്മൾ ബോട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കുറേ ഉള്ളിലോട്ടെത്തി. ഇവിടെ ഒരു പഴയ ഒരു ബ്രിഡ്ജിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നത്. ഈ ബ്രിഡ്ജ് പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് പോംബി ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. മാഗി ബ്രിഡ്ജ് എന്നും ലോക്കലായിട്ട് അറിയപ്പെടുന്നത്. അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് മുമ്പ് BC 65 ഈ ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് പറയുന്നത്. ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ബ്രിഡ്ജ് മിക്കവാറും ഒക്കെ വെള്ളത്തിനടിയിലായിപ്പോയി. വെള്ളം കുറയുന്ന സമയത്ത് ഇത് കാണാൻ പറ്റും. ഇപ്പോഴും കുറച്ച് പാട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു പ്രൈവറ്റ് ഐലൻഡ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഒരു ചെറിയൊരു ഐലൻഡാണ്, അതിനുള്ളിലൊരു ഹോം സ്റ്റേയോ ഹോട്ടലോ ഒക്കെ ഉണ്ട്. ഒരു പ്രൈവറ്റ് ഐലൻഡ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് നമ്മളിപ്പോൾ മസ്കത്ത സിറ്റിയിലോട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് വന്നത്. മസ്കത്ത ബ്രിഡ്ജ് എന്ന് തന്നെയാണ് ഈ ഒരു പാലം അറിയപ്പെടുന്നത്. ഇത് നമ്മൾ വന്നതിപ്പം പഴയ ബ്രിഡ്ജാണ്, പക്ഷേ ഒരു പുതിയ പാലം ഇപ്പോൾ ഒരു പണിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വെറ്റിസ് കവൈലി കത്തീഡ്രലിലോട്ടാണ്. ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ 100 ലാറിക്കുള്ള ഒരു വൃത്തിയായിട്ടുള്ള ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ വെള്ളവും നദിയും ഒക്കെ കണ്ട് വളർന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു റേറ്റിന് ഉള്ള സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും സംഭവം കുഴപ്പമില്ലായിരുന്നു. ആക്ടിവിറ്റി ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. നമ്മൾ തിരിച്ച് ഡോക്കിംഗ് സ്റ്റേഷനിലെത്തി. ഈ ഒരു പ്ലം ട്രീ കണ്ടോ, മുഴുവൻ പഴുത്ത് കിടക്കുകയാണ്. കുറേയൊക്കെ താഴെയും കിടപ്പുണ്ട്, പഴുത്ത് താഴെ കിടപ്പുണ്ട്. ഇവിടെ എല്ലാം മത്തങ്ങയാണ്. മത്തങ്ങ അതുപോലെ നേരത്തെ കണ്ട പ്ലം. അങ്ങനെ ബോട്ട് സഫാരി കഴിഞ്ഞു. ഖൂറ റിവർ ബോട്ട് സഫാരി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചകളിലോട്ട് പോവാണ്. സ്കോട്ടിഷ് കവേലി കത്തീഡ്രലാണ് അടുത്തത്.
അപ്പോൾ ഈ ഖുറ റിവറിൻ്റെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.